ഞാൻ ഒരു ചരിത്ര അധ്യാപകനാണ്. നാണയങ്ങളെ കുറിച്ച് അധികം ബന്ധമില്ല, ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നെക്കാളൊക്കെ ഒരുപാട് നാണയങ്ങളെ കുറിച്ച് അറിവുള്ളവരാണ്. അതൊരു മുന്നിൽ ഇത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കഷ്ടമാണ്. എങ്കിലും ഞാനത് ഒരു ഇവല്യൂഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇവല്യൂഷൻ ഓഫ് ദ ഏർലി കോയിൻസ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യയിൽ നാണയങ്ങളുടെ ആവിർഭാവം എങ്ങനെ ഉണ്ടാവുന്നു, അത് കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞു വരണം. ആദ്യ കാലഘട്ടം മുതൽ ഇപ്പൊ നമുക്കറിയാം, ആദ്യ കാലഘട്ടം ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. അതിൽ സ്റ്റോൺ ഏജ് ഉണ്ട്. സ്റ്റോൺ ഏജിലെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ അവിടെ നാണയങ്ങളുടെ ഒരു സംഭവവികാസം ഉയർന്നു വന്നിട്ടുണ്ടായിരിക്കില്ല. പിന്നെ നാണയങ്ങൾ ആദ്യമായിട്ട് നമ്മൾ കാണപ്പെടുന്നത് അത് BC 3500 to 1500 ആണ്. അത് ഇൻഡസ് വാലിയിലാണ്. അവിടെയും നമ്മൾക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ ആ ഭാഗം ഒന്ന് നോക്കാം. അത് എന്താണ്, എങ്ങനെയാണ് നാണയങ്ങളുടെ ഒരു ആവിർഭാവം ഉണ്ടാവുന്നത് എന്നുള്ളത്. ഇത് ഇൻഡസ് വാലി ആണ്. 3500 to 1500 BC ആണ് ഇന്ത്യയില് ഇൻഡസ് വാലി. വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ്, അറബൻ സംസ്കാരമാണ്. മാത്രമല്ല അതൊരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ്. മെറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ വളരെയധികം ഹൈ ഡെവലപ്ഡ് ആണ്. പക്ഷെ നമ്മൾക്ക് അവിടെ നിന്ന് ആദ്യമായിട്ട് കോയിൻസ് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ഡൗട്ടാണ് ഹിസ്റ്റോറിയൻസിന്റെ ഇടയിൽ. എങ്കിലും അവിടെ നമുക്ക് ആദ്യമായിട്ട് കാണപ്പെടുന്ന ഒരു കോയിൻ എന്ന് പറയുന്നത് അതൊരു ഡൗട്ടാണ് ഹിസ്റ്റോറിയൻസിന്റെ ഇടയിൽ. പക്ഷെ അവിടെ ട്രേഡ് വളരെ മനോഹരമായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു. ഹാരപ്പന്റെ ട്രേഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് ടു മെസപ്പൊട്ടാമിയ, അതായത് മോഡേൺ ഇറാഖ് വരെ ട്രേഡ് വളരെയധികം നന്നായിട്ടുണ്ടായിരുന്നു. വ്യാപാരം ഉണ്ടായിരുന്നു. വ്യാപാരം ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല മീഡിയ ആയിട്ടുള്ള ഒരു കോയിന്റെ ആവിർഭാവം ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല. പക്ഷേ അവിടെ നിന്ന് കോയിനോട് സമാനമായിട്ടുള്ള സീലുകൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഏകദേശം 5000-ഓളം സീലുകൾ കിട്ടുന്നുണ്ട്, പല തരം സീലുകൾ. അത്തരം സീല് ഇപ്പൊ ഈ മെസപ്പൊട്ടാമിയയില് ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള നിപ്പൂർ, ഉർ, അതുപോലെ തന്നെ അക്കാട്, ഈ പ്രദേശങ്ങളിലെ സുസ, ഇവിടെ നിന്നൊക്കെ നമുക്ക് നാണയങ്ങളല്ല സീലുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയില് മെസപ്പൊട്ടാമിയയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഈറ്റബിൾ ആയിട്ടുള്ള ഐറ്റംസോ അല്ലെങ്കിൽ പെരിഷബിൾ ആയിട്ടുള്ള ഐറ്റംസോ ആയതുകൊണ്ടായിരിക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മറിച്ച് ട്രേഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റി അയച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാർഗൻ ഫസ്റ്റ്, അക്കാടുള്ള സാർഗൻ ഫസ്റ്റ് 2350 ഇയറിൽ ഉണ്ടായിരുന്ന സാർഗൻ ഫസ്റ്റിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും നല്ല ട്രേഡ് ഉണ്ടാകുന്നത്. അദ്ദേഹം മെലൂഹയായിട്ട് വ്യാപാര ബന്ധം നടത്തിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പൊ വ്യാപാര ബന്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് അത്യാവശ്യമാണ്. അത് ചിലപ്പോൾ അത് സീലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യയിലെ ആദ്യത്തെ കോയിൻ ആയിരിക്കാം, ഉറപ്പൊന്നുമില്ല. അത് ചിലപ്പോൾ കോയിൻ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ പറയുന്നത് അമുലേറ്റ്സ് ആണ്, വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ ഏലസ് പോലെയുള്ള സാധനങ്ങളായിരിക്കാം. ഒരുപാട് സീലുകൾ അവിടുന്ന് കിട്ടുന്നുണ്ട്. അത്തരം സീലുകളാണ് നമ്മൾ കാണുന്നത്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ഇൻഡസ് വാലി സീൽസ്. ഒരുപാട് സീലുകളുണ്ട്. ഹംബ്ഡ് ബുള്ളുണ്ട്, അതുപോലെ തന്നെ യൂണിക്കോൺ ഉണ്ട്, പലതരം സീലുണ്ട്. ഇത്തരം സീലുകളായിരിക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തരം പാറ, സോപ്പ് റോക്ക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വളരെ എന്താ പറയാ ഹാർഡല്ലാത്ത ചില സംഭവങ്ങളാണ്. ഇത് ചിലപ്പോൾ ആദ്യകാലത്തെ കോയിൻസ് ആയിട്ട് കണക്കാക്കപ്പെടാം. വേറെ കോയിൻസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് ചിലപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കോയിൻ ആയിട്ട് വേണമെങ്കിൽ, ട്രേഡിന്റെ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ചിന്റെ ഒരു സംഭവമായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം എന്ന് പറയുന്നില്ല. അപ്പൊ 3500 to 1500 നമ്മളിങ്ങനെ ഒരു സീക്വൻസ് ആയിട്ടാണ് ഞാൻ വരുന്നത്. 3500 to 1500. നെക്സ്റ്റ് അതിനുശേഷം ഇപ്പൊ നമ്മൾ ഈ ഇൻഡസ് വാലി ഉണ്ടാവുന്നത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. ദർ വാസ് എൻ ഈസ്റ്റ്വേർഡ് മൂവ്മെന്റ് ഓഫ് ആര്യൻസ്. പിന്നെ അവർ ക്രമേണ അവിടെ നിന്ന് കിഴക്കോട്ട് പ്രയാണം നടത്തുകയും ഗംഗാറ്റിക് റീജിയൻസിലേക്ക് വന്ന് താമസമാക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ പിൽക്കാലത്ത് ഉണ്ടാവുന്ന ആര്യന്മാര്, അത് ഋഗ്വേദിക് പീരീഡ് ആയിട്ട് പറയപ്പെടുന്നു. 1500 മുതൽ 1000 BC വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ നമ്മൾ കാണപ്പെടുന്നത് സപ്തസിന്ധു റീജിയൻ, അതായത് സിന്ധു നദി വിട്ടിട്ട് അവര് സപ്തസിന്ധുവിലേക്ക് വരുന്നു. അതായത് ഗംഗ, യമുന പോലുള്ള 7ഓളം നദികളുള്ള, സരസ്വതി പോലുള്ള നദികളുടെ ഭാഗത്തേക്ക്, മഗധ അല്ലെങ്കിൽ ബംഗാള് ഭാഗത്തേക്ക് വന്ന് സെറ്റിൽ ആവുന്നു. അപ്പൊ ഇത് ഒരു ഈസ്റ്റ്വേർഡ് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ കാണാം. നമുക്ക് കിഴക്കോട്ടുള്ള പ്രയാണം കാണാം. ഇവിടെ നമ്മൾ
ഋഗ്വേദിക് പീരീഡില് ഇവിടെയും മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോയിൻ അല്ല, മറിച്ച് എന്താണ്, പശുവാണ്, കൗ ആണ് എക്കോണമി ആയിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് കോയിന്റെ ഒരു ആവിർഭാവം കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. മെൻഷനിങ് ചിലപ്പോൾ കാണാം. ഇത് നമ്മളെ ഹിസ്റ്ററി ഓഫ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹിസ്റ്ററി ഓഫ് ആൻഷ്യന്റ് കോയിൻസ്, ലിഡിയ എന്നാണ് ഏറ്റവും ആദ്യമായിട്ടുള്ള നാണയങ്ങൾ കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. അതൊരു പ്രത്യേക തരം അലോയ് ആണ്, ഗോൾഡും സിൽവറും കൂടിയുള്ള ഒരു അലോയ് ആണ്. ഇലക്ട്രം എന്ന് പറയുന്ന ഒരു അലോയിലാണ് ആദ്യമായിട്ടുള്ള കോയിൻസ് ഉണ്ടായെന്ന് പറയുന്നത്. അതും ഡിബേറ്റബിൾ ആണ്. ലിഡിയ മാത്രമല്ല, ഗ്രീക്ക് അതുപോലെ തന്നെ ചൈനയിലൊക്കെ ആദ്യകാലത്തെ കോയിൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദ്യകാലത്തെ കോയിൻസിനെ കുറിച്ചൊന്ന് വെറുതെ മെൻഷൻ ചെയ്തെന്നുള്ളൂ. ഇത് പിന്നീട് നെക്സ്റ്റ് കാലഘട്ടം ലാറ്റർ വേദിക് പീരീഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് 1000 മുതൽ 600 BC വരെയുള്ള കാലഘട്ടമാണ് ലാറ്റർ വേദിക് പീരീഡ്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് മെൻഷനിങ് കിട്ടുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ മെൻഷനിങ് ആണ് നിഷ്ക എന്ന് പറയുന്ന ഒരു കോയിൻ. ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് നിഷ്ക എന്ന് പറയുന്ന ഒരു കോയിനെ കുറിച്ച് മെൻഷനിങ് ഉണ്ട്. പക്ഷെ അത് പിന്നീട് അത് നിഷ്ക എന്ന് പറയുന്ന ഒരു കോയിനായിട്ടാണോ അതും ഡൗട്ട്ഫുൾ ആണ്. അതൊരു ഗോൾഡ് ഓർണമെന്റ് ആണോ അല്ലെങ്കിൽ ഗോൾഡ് മറ്റുള്ള ജ്വല്ലറി ആയിട്ടാണോ എന്നുള്ളത് ഒരു എന്താ പറയുക ഡൗട്ടാണ്. എന്തുകൊണ്ടാണെന്നാൽ ആർക്കിയോളജിസ്റ്റ് ഇന്നേ വരെ എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റാത്ത, ലിറ്റററി മാത്രം അറിയപ്പെടുന്ന നിഷ്ക എന്ന് പറയുന്ന ഒരു കോയിൻ ആൻഷ്യൻ പീരീഡിൽ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും തർക്കവിഷയം തന്നെയാണ്. അതിനുശേഷം വരുന്ന ശതമാന, ഇത് ശതാബ്ദ ബ്രാഹ്മണങ്ങൾ പറയുന്ന ഒരു ലിറ്ററേച്ചറിൽ പറയുന്ന ഒരു കോയിനാണ് ശതമാനം എന്ന് പറയുന്നത്. അത് ഐദർ അതൊരു വെയിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മെഷർമെന്റ് ആയിരിക്കാം, 100ന്റെ ശതമാനം വരുന്ന മെഷർമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് കോയിൻ ആണോ എന്നുള്ളതും ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണ്. അതുപോലെ തന്നെ കൃഷാല എന്ന് പറയുന്ന കോയിൻ, ഇതൊക്കെ മെൻഷനിങ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ലഭിക്കാത്തതുകൊണ്ട് ആർക്കിയോളജിസ്റ്റ് അങ്ങനെ ഒരു കോയിൻസിനെ കുറിച്ച് മെൻഷനിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് അക്സെപ്റ്റബിൾ ആക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ വരുന്നത് ഇവിടെയാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ഘട്ടം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വലിയ മാറ്റങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ ലാറ്റർ വേദിക് പീരീഡ് പറഞ്ഞു. ഇതിന് നമ്മൾ വേറെ രീതിയിൽ പറയും PGW എന്ന് പറയും. PGW എന്ന് പറഞ്ഞാൽ പെയിന്റ് ചെയ്തിട്ടുള്ള ചാര കളിമൺ പാത്രങ്ങളാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് അതിനെ PGW കൾച്ചർ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്രമേണ വ്യാപാരം, ട്രേഡ് ഒക്കെ തുടങ്ങി വെച്ചതുകൊണ്ടാണ് ഇത്തരം കോയിൻസിന്റെ ഒരു മെൻഷനിങ് ഉണ്ടാവുന്നത്. ഈ കാലഘട്ടമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 6th century BC to 1st century AD. ഇത് NDPW എന്ന പേരിൽ അറിയപ്പെടുന്നു. അല്ലെങ്കിൽ അവിടെ സെക്കൻഡ് അർബനൈസേഷൻ, രണ്ടാം നഗരവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് ആദ്യത്തെ നഗരവൽക്കരണം നമ്മൾ ഹാരപ്പ മോഹൻജാദാരോയിൽ കണ്ടപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് അത് അർബൻ സിവിലൈസേഷൻ ആയിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് റൂറലാണ്, ഗ്രാമീണ സംസ്കാരമാണ്. പിന്നെ രണ്ടാമതും നഗരങ്ങൾ ഉണ്ടാവുന്നു. ആ നഗരങ്ങൾ ക്രമേണ മോടി പിടിപ്പിക്കുകയും ഗ്രാമങ്ങൾ മോടി പിടിപ്പിക്കുകയും അത് പട്ടണങ്ങളായിട്ട് മാറുകയും അവിടെ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാവുന്നു. ആ വ്യാപാര ബന്ധത്തിന് ഒരു കാരണം പറയുന്നുണ്ട്. മെയിനായിട്ട് അലക്സാണ്ടറുടെ വരവ് BC 327 അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആർമി വരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് ആൾക്കാർ വരുന്നു. ട്രേഡ് റൂട്ട്സ്, പുതിയ പുതിയ ട്രേഡ് റൂട്ട്സ് ഉണ്ടാവുന്നു. ട്രേഡ് റൂട്ട്സ് ഉണ്ടായപ്പോൾ അവിടെ മസ്റ്റായിട്ടും എന്ത് വേണം, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആവശ്യമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അതൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ട്രേഡാണ് ഇതിന് അർബനൈസേഷന് കാരണമായിട്ട് മാറുന്നത്. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ മുഴുവൻ നഗരങ്ങളായിട്ട് മാറുന്നു. അപ്പോ ഒരിക്കൽ നഗരങ്ങൾ ഉണ്ടായിരുന്നു, പിന്നീട് അത് ഇല്ലാണ്ടായി, പിന്നെ വീണ്ടും അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെക്കൻഡ് അർബനൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാം നഗരവൽക്കരണം ഇന്ത്യയിൽ ഉണ്ടാവുന്നു, സെക്കൻഡ് അർബനൈസേഷൻ ഉണ്ടാവുന്നു. അതുകൊണ്ട് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് വേണം, ട്രേഡ് വേണം. അതുകൊണ്ടാണ് ദ ഒറിജിൻ ഓഫ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ്. ഇപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന, രേഖപ്പെടുത്തുന്ന ഒരു നാണയമാണ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ്. അത് ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ ഒറിജിൻ ഉണ്ടാവുന്നത് BC 600 അത് AD 1st century വരെ നിലനിന്നു. അതിനാണ് ഞാനൊരു കുറച്ച് സ്പെഷ്യലൈസേഷൻ കൊടുത്തിട്ടുള്ളത്. പഞ്ച് മാർക്ക്ഡ് കോയിൻസ്, ഏർലി കോയിൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ. അപ്പോൾ 16 ടൗണുകൾ ഇന്ത്യയിൽ വന്നു. അപ്പൊ നമ്മൾ നിങ്ങൾ ഈ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് കളക്ട് ചെയ്യുന്നവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, ജന ആൻഡ് ജനപദ, അങ്ങനെ ഗ്രാമങ്ങളും നഗരങ്ങളാവുന്ന 16 നഗരങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ക, മഗധ, വൃജി, കാശി, മല്ല, കോസല, വത്സ, അശമഗ്, അവന്തി, ചേതി, പാഞ്ചാല, ശൂരസേന, മത്സ്യ, ഗുരു, ഗാന്ധാര, കമ്പോജ. ഇവിടൊക്കെ മെറ്റലർജി ഡെവലപ്പ് ചെയ്യുകയും കോയിൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു.
അങ്ങനെയുള്ള കോയിൻസ് ആണ് നമ്മൾ പഞ്ച് മാർക്കഡ് കോയിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ 16 ടൗണുകളാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് രണ്ടാമതുണ്ടാവുന്ന ഹാരപ്പ മോഹൻജോദാരോയ്ക്ക് ശേഷം ഉണ്ടാവുന്ന രണ്ടാമത്തെ നഗരവൽക്കരണം അല്ലെങ്കിൽ സെക്കൻഡ് അർബനൈസേഷന്റെ ഭാഗമായിട്ടാണ് നാണയങ്ങൾ ഉണ്ടാവുന്നത്, പഞ്ച് മാർക്കഡ് കോയിൻസ് ഉണ്ടാവുന്നത്. ഇനി ഇതിന്റെ വേറെ വേറെ പേരുകളാണ്. ഈ പഞ്ച് മാർക്കഡ് കോയിൻസ് എന്ന് പറയുന്നത് അത് ഉണ്ടാവുന്നത് വളരെ മോഡേൺ പേരാണ്. അതിനു മുമ്പ് അതിനെ പറഞ്ഞ് കർഷപാണ എന്നുള്ള കോയിൻസ് 32 റാറ്റിസ് അല്ലെങ്കിൽ 50 മുതൽ 54. അതിന്റെ വെയിറ്റ് കറക്റ്റ് ആണ്. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അതിന്റെ ഷേപ്പ് അവർ കട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇറഗുലർ ഷേപ്പ് ഉണ്ടാവാൻ കാരണം? റെക്ടിഫൈങ് ഓഫ് വെയിറ്റ് ആണ്. വെയിറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 50-54 ഗ്രാം ആക്കാൻ വേണ്ടി തന്നെയാണ് ആ സൈഡ് കട്ട് ചെയ്യുന്നതാണ്. രണ്ടാമത് പുരാണ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് ഈ പഞ്ച് മാർക്കഡ് കോയിൻസ് ആദ്യ കാലഘട്ടങ്ങളിൽ അറിയപ്പെടുന്നത് പുരാണ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് പാണ എന്നറിയപ്പെടുന്നുണ്ട്. അഹത്ത് എന്ന് പറയുന്നത് അത് പഞ്ച് ചെയ്യുന്ന ആ പ്രക്രിയക്ക് ഹിന്ദിയിൽ പറയുന്ന പേരാണ്. അതുകൊണ്ട് ആ കോയിൻസിനെ അഹദ് കോയിൻസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ശതമാനം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ബെൻഡ് ബാർ. പഞ്ച് മാർക്കഡ് കോയിൻസ് കളക്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു നിധിയാണ് ഈ ബെൻഡ് ബാർസ് എന്ന് പറയുന്നത്. കുറച്ച് ബെൻഡ് ആയിട്ടുള്ള പഞ്ച് മാർക്കഡ് കോയിൻസ് ഉണ്ട്. 2 പഞ്ചിങ് മാത്രമുള്ള ബെൻഡ് ബാർസ്. അത് ഒരു അക്യുമീനിയൻ ഒരു കണക്ഷനായിട്ട്, ഇറാനിയൻ കണക്ഷനായിട്ട് സിഗോളീസ് എന്ന് പറയുന്ന കോയിൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹിസ്റ്റോറിയൻസ് പല ഭിന്നാഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മാസ്ക എന്ന് പറയുന്ന ഒരു കോയിൻസും പറയുന്നുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് പഞ്ച് മാർക്ക് കോയിൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പഞ്ച് മാർക്ക് കോയിൻസിനെ 2 രീതിയിലാണ് ആദ്യമായിട്ട് ഡിവിഷൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ലോക്കല്, രണ്ടാമത്തെ യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഇമ്പീരിയൽ. ഇപ്പൊ നമ്മൾ പഞ്ച് മാർക്കഡ് കോയിൻസ് കളക്ട് ചെയ്യുമ്പോൾ അത് വളരെ റെയർ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് കളക്ട് ചെയ്യുമ്പോൾ 2 രീതിയിൽ നമുക്ക് കളക്ട് ചെയ്യാം. ഒന്ന് ലോക്കൽ പഞ്ച് മാർക്കഡ് കോയിൻസ്, രണ്ടാമത് യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഇമ്പീരിയൽ സീരീസ് ആയിട്ട് കളക്ട് ചെയ്യാം എന്ന് വേണമെങ്കിൽ പറയാം. യൂണിവേഴ്സൽ സീരീസിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ലോക്കൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 16 മഹാജനപദാസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 16 മഹാജനപദാസില് അവിടുത്തെ റൂളേഴ്സ് മിക്കവാറും റിപ്പബ്ലിക്കാണ് കേട്ടോ. എലക്ട് ചെയ്തൊക്കെ ആൾക്കാരെ എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ബുദ്ധന്റെ റിപ്പബ്ലിക് ആയിരുന്നു. അപ്പൊ അങ്ങനെ എലക്ട് ചെയ്യുന്ന അവിടെ സ്വന്തമായിട്ട് ഇറക്കുന്ന കോയിൻസ് ആണ്. ഈ കോയിൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ആയിട്ട് ഏറ്റവും മോശം കോയിൻസ് ആണിത്. 1-2 പഞ്ചിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാം. ലോക്കലായിട്ടുള്ള പഞ്ച് മാർക്കഡ് കോയിൻസ് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ അതിൽ 1-2 പഞ്ചിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ. റിവേഴ്സ് പഞ്ചിങ് വളരെ കുറവായിരിക്കും. ഒബ്സർവിലായിരിക്കും പഞ്ചിങ് ഉണ്ടാവുക. അങ്ങനത്തെ കോയിൻസ് ആണ് അത് ലോക്കലായിട്ടുള്ള ജനപദാസിലുള്ള കോയിൻസ് ആണ്. അത് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്തിരുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള കോയിൻസ് ആണ്, അല്ലെങ്കിൽ ഇമ്പീരിയൽ കോയിൻസ് എന്ന് പറയും. ഇമ്പീരിയൽ കോയിൻസ് ആവണമെങ്കിൽ അത് എന്താവണം? അത് ഏതെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള എംപയർ ഉണ്ടാവണം. പ്രത്യേകിച്ച് മൗര്യൻ എംപയർ ഒക്കെ BC 321 ആദ്യത്തെ എംപയർ ഇന്ത്യയിൽ ഉണ്ടാവുമ്പോൾ ആ എംപയർമാരാണ് ഇമ്പീരിയൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള കോയിൻസ് പഞ്ച് മാർക്കഡ് കോയിൻസ്. അതിനാണ് വാല്യൂ. അതിൽ 1-2 അല്ല 5, ഏറ്റവും കൂടുതലായിട്ട് 7 സിമ്പിൾസ് കാണാം. അത്തരം കോയിൻസിനാണ് നമ്മൾ യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഇമ്പീരിയൽ പഞ്ച് മാർക്കഡ് കോയിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ഏർലി പഞ്ച് മാർക്കഡ് കോയിൻസ് ആണ്. ലോക്കലാണ്. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ മഹാജനപദാസ്, കാശി, കോസല, ഗാന്ധാര. ഈ ഗാന്ധാരയുടെ ഒരു പ്രത്യേകം ഉണ്ടോ? അത് ബെൻഡ് പഞ്ച് മാർക്കഡ് കോയിൻസ് ആണ്. 2 ഭാഗത്ത് ബെൻഡ്, നടുക്കൊരു ബെൻഡ് ഉണ്ടാവും. എന്നിട്ട് അതിന്റെ അപ്പുറത്തും പുറത്തും പഞ്ചിങ് ഉണ്ടായിരിക്കും. വളരെ കോസ്റ്റ്ലി ആണ്, വളരെയധികം ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള ഒരു കോയിൻ ആണ് അത് ഗാന്ധാര. ഇതൊക്കെ ലോക്കൽ ആയിട്ടുള്ള ഓരോ മഹാജനപദാസിന്റെയും കോയിൻസ് ആണ്. അതിന്റെ ലോക്കൽ കോയിൻസ് ആണ്. ഇത് വളരെ മോശം, കുറെ കാലം മുമ്പുള്ളത് കൊണ്ട് അത്ര നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടാൻ വളരെ എളുപ്പമല്ല. ഇത് അങ്ങനെ ലോക്കലാണ്. ഇതാണ് യഥാർത്ഥത്തില് യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഇമ്പീരിയൽ എന്ന് പറയും. കാരണം അതില് ഒന്നില് 7 എണ്ണം വരെ ഉണ്ട്, രണ്ടാമത്തേല് 5 എണ്ണം, 5 സിമ്പിൾസ്. ഇങ്ങനെയുള്ളതാണ് ഇമ്പീരിയൽ ആയിട്ട് വരുന്നത്. ഇമ്പീരിയൽ ആണ് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവുന്ന കോയിൻസ് ഇമ്പീരിയൽ പഞ്ച് മാർക്കഡ് കോയിൻസ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്
ക്ലാസിഫിക്കേഷൻ ഇനി ഒരു കാര്യം പറയാം. ഇതിന് ആദ്യമായിട്ട് പഞ്ച് മാർക്കഡ് കോയിൻസ് എന്ന് വിളിച്ചത് ജെയിംസ് പ്രിൻസപ്പ് ആണ്. 1835 ജെയിംസ് പ്രിൻസപ്പ് ആണ് ആദ്യമായിട്ട് ഇതിനെ പഞ്ച് മാർക്കഡ് കോയിൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിനെ പഞ്ച് മാർക്കഡ് കോയിൻസ് എന്ന് വിളിക്കുന്നത് മനസ്സിലാവാം. അതിനെ പ്രത്യേകിച്ച് സ്ട്രക്ക് ചെയ്തുകൊണ്ടാണ്. ഇന്ത്യയിൽ ലോകത്തിൽ വേറെ എവിടെയും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉള്ള ഒരു കോയിനാണ് പഞ്ച് മാർക്കഡ് കോയിൻസ്. വേറെ എവിടെയും ഇത്തരമില്ല. അതിൽ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇൻസ്ക്രിപ്ഷൻസ് ഇല്ല, അതിൽ മെൻഷനിങ് ഓഫ് കിങ് ഓർ ക്യൂൻ ഇല്ല, ഓൺലി പഞ്ചിങ് മാത്രമല്ല. ഈ പഞ്ചിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ അത് രണ്ട് രീതിയിലാണ് ഇതിന്റെ വാല്യൂ കണക്കാക്കുന്നത്. ഒന്ന് അതിന്റെ വെയിറ്റ്, രണ്ടാമത് എത്രമാത്രം അതിൽ സിമ്പിൾസ് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ്. ആ സിമ്പിൾസ് നോക്കിയിട്ടാണ് ഏത് കിങ്ങിന്റെയാണ് ഏത് സ്ഥലത്തെയാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ഉള്ളെങ്കിൽ അതിന്റെ വാല്യൂ വളരെ കുറവാണ്. ആ സിമ്പിൾസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ഇനിയാണ് കേരള പഞ്ച് മാർക്കഡ് കോയിൻസിലേക്ക് വരികയാണ്. രണ്ട് ഹോർഡുകളാണ് കേരളത്തിൽ നിന്ന് മെയിനായിട്ട് കിട്ടിയുള്ളൂ. ഒന്ന് കോട്ടയത്ത് നിന്ന് കിട്ടുന്ന പഞ്ച് മാർക്കഡ് കോയിൻസ്, ഒന്ന് ഇയാല് നമ്മളടുത്ത് തൃശ്ശൂരുള്ള ഇയാലിൽ നിന്ന് കിട്ടുന്നതാണ്. അതിൽ 53 വെറൈറ്റീസ് ആണ്. ഇത് കൂടി നോക്കണം. ഇത് പഞ്ച് മാർക്കഡ് കോയിൻസ് കളക്ട് ചെയ്യുന്നവരാണ്. 5 സിമ്പിൾസ് വെച്ചിട്ട് 538 വെറൈറ്റീസ് ഉണ്ട്. ഇത് പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൽ നോക്കുക, ക്ലാസിഫൈഡ് ഇൻടു 6 സീരീസ്. ആ 6 സീരീസിലാണ് ശരിക്കും ഈ കോയിൻസ് വരുന്നത്. അതില് സീരീസ് ഫസ്റ്റ് ആൻഡ് ഫോർത്ത്. ഫസ്റ്റ് ആണ് ഒന്നാമത്തെ ഏർലിയസ്റ്റും 6ാമത്തെ ലേറ്റസ്റ്റും ആണ്. ഇതാണ് അതിന്റെ സീരീസ്. അത് നോക്കുക. ദ കോയിൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മേ ബി അട്രിബ്യൂട്ടഡ് ടു അജാത ശത്രു. അജാത ശത്രുവിന്റെ കാലഘട്ടമാണ് 1 മുതൽ 2 വരെയുള്ള സീരീസിൽ. ആ സീരീസ് ഒക്കെ മനസ്സിലാക്കണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ സിമ്പിൾസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇത് സീരീസിലാണെന്ന് അറിയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സീരീസിൽ വരുന്ന 1ഉം 2ഉം അജാതശത്രു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ രാജവംശമാണ് ഹാരംഗ്യ രാജവംശം. ആദ്യമായിട്ടുണ്ടാവുന്ന ഹാരംഗ്യ ഡൈനാസ്റ്റിയിലെ രണ്ടാമത്തെ ബിംബിസാരന്റെ മകനായിട്ടുള്ള അജാതശത്രു ആണ് ആദ്യമായിട്ട് പഞ്ച് മാർക്കഡ് കോയിൻസ്. അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് അദ്ദേഹം ആവണമെന്നില്ല, പക്ഷെ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ കിങ്ങിന്റെ ഫസ്റ്റ് സീരീസ് അജാതശത്രു വേണ്ടിയാണ്. 3ാമത്തെ ഇഷ്യൂ എന്ന് ശിശുനാഗനാണ്. അതായത് ഹാരംഗ്യ ഡൈനാസ്റ്റിയെ ഇല്ലാതാക്കിയിട്ട് അടുത്ത രാജവംശമാണ് ശിശുനാഗ ഡൈനാസ്റ്റി ഉണ്ടാവുന്നത്. അവരുടെ കോയിനാണ് 3ാമത്തെ സീരീസിൽ വരുന്നത്. 4ാമത്തെ നന്ദ ഡൈനാസ്റ്റി, നെക്സ്റ്റ് വരുന്ന നന്ദ ഡൈനാസ്റ്റിയാണ്. മഹാപത്മനന്ദ ഫൗണ്ട് ചെയ്തിട്ടുള്ള നന്ദ ഡൈനാസ്റ്റിയിൽ വരുന്ന കോയിനാണ്. 5 ചന്ദ്രഗുപ്ത മൗര്യനും ബിന്ദുസാരനും, അതായത് മൗര്യ സാമ്രാജ്യമായിട്ട് മാറി. BC 321 ആദ്യത്തെ എംപയർ ആയിട്ട്, ഇന്ത്യയിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ എംപയർ ആയിട്ട് മൗര്യൻ എംപയർ വരുന്നു. അവരുടെ കോയിൻസ് ആണ് 5ാമത്തെ സീരീസിൽ. 6ാമത്തെ സീരീസ് ആണ് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ്. 5ഉം 6ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് യൂണിവേഴ്സൽ പഞ്ച് മാർക്കഡ് കോയിൻസ് ആണ്, ഇമ്പീരിയൽ പഞ്ച് മാർക്കഡ് കോയിൻസ് ആണ്. അതുകൊണ്ട് ഇന്ത്യയില് നോർത്ത് ഇന്ത്യ മാത്രമല്ല, ഈസ്റ്റേൺ ഇന്ത്യ, സൗത്ത് ഇന്ത്യയിലേക്ക് വരെ പഞ്ച് മാർക്കഡ് കോയിൻസ് വ്യാപിപ്പിക്കാനുണ്ടായ കാരണം ആദ്യത്തെ സാമ്രാജ്യമായിട്ടുള്ള അശോകനും അതുപോലെ തന്നെ ബിന്ദുസാരനും അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഒക്കെ സംഭവങ്ങളാണ്. ഇനി എപ്പോഴാണ് ഇത് ഇല്ലാണ്ടാവുന്നത്? BC 187 മൗര്യ സാമ്രാജ്യം ഇല്ലാതായിട്ട് മാറി. മൗര്യ സാമ്രാജ്യം നശിച്ചോട് കൂടിയിട്ട് പഞ്ച് മാർക്കഡ് കോയിൻസും അതിന്റെ കൂടെ ഇല്ലാതാവുന്നു. അപ്പോൾ ഏകദേശം 1ാം നൂറ്റാണ്ട് വരെ സർക്കുലേഷൻസ് ഉണ്ടാവുന്നുണ്ട്, കുറച്ചും കൂടിയും സർക്കുലേഷൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പഞ്ച് മാർക്കഡ് കോയിൻസിന്റെ ഒരു നാശം ഉണ്ടാവുന്നത്, നാശമല്ല മറിച്ച് കോയിന്റെ എന്താ പറയാ മിന്റിങ് കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് മാറുന്നുണ്ട്. അതിന് കാരണം ഇൻഡോ ഗ്രീക്സിന്റെ വരവുണ്ട്. വിദേശികളായിട്ടുള്ള സെൻട്രൽ ഏഷ്യൻസ് എന്ന് പറയും, എന്താ പറയാ കുഷാണ, പാർഥ്യ പോലുള്ള ജനവിഭാഗങ്ങൾ വരികയും അവര് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൗണ്ടിലുള്ള കോയിൻസ്, ഗോൾഡ് കോയിൻസ് ഒക്കെ ഇറക്കുന്നതിന്റെ ഫലമായിട്ട് ഇത് ക്രമേണ ഇല്ലാതാവുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ പഞ്ച് മാർക്ക് കോയിൻസിന്റെ ഒരു അവസാനം ഉണ്ടാവുന്നത് 187 അല്ലെങ്കിൽ ഫസ്റ്റ് സെഞ്ചുറി AD വരെയാണ് പഞ്ച് മാർക്കഡ് കോയിൻസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം അതില്ലാതായി. പിന്നെ പുതിയ പുതിയ കോയിൻസ് ആയിട്ട് കുഷാണ, അങ്ങനെ പാർഥ്യ അവരെ കോയിൻസ് ആയിട്ട് മാറുന്നുണ്ട്. ഇത് കേരളത്തിലെ പഞ്ച് മാർക്കഡ് കോയിൻസിന് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ പഞ്ച് മാർക്കഡ് കോയിൻസ് ആണ്. അതുകൊണ്ടോ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പീരീഡ് സെക്കൻഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പീരീഡ് സെക്കൻഡിൽ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ ഭംഗിയായിട്ടുള്ള സംഭവമാണ്. 2 കോയിൻസ് ആണ്, ഒരു വെറൈറ്റിയിൽ 2 കോയിൻസ് ആണ്. അങ്ങനെ 3ാമത്തെ എന്ന് പറയുന്നത് നന്ദ ഡൈനാസ്റ്റിയുടെ കാലഘട്ടം ആയിരിക്കാം. അത് 5 വെറൈറ്റീസ് ഉണ്ട്, 6 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 4
4 ആകുമ്പോൾ നന്ദ ഡൈനാസ്റ്റിയാണ്, അത് 25 25 വെറൈറ്റീസ് ആണ്, 65 കോയിനും കിട്ടിയിട്ടുണ്ട്. 5ാമത്തെ ആകുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടമാണ്, അത് 10 15 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. 6ാമത്തെ 12 12 വെറൈറ്റീസ് 74 കോയിൻസ്. ഇത് പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇനി ഇയാൾ ഒരു വളരെ, ഇത് രണ്ടും 46 എക്സ്കവേറ്റ് ചെയ്യുന്നത്. എക്സ്കവേറ്റ് ചെയ്യല്ല, ഒന്നും അബദ്ധത്തിൽ കണ്ടെത്തുന്നതാണ്. ഇയാള് 46 ഇത് കിട്ടുന്നത്. 2 സ്ഥലത്തും ഒരേ കൊല്ലാണ് കിട്ടുന്നത്, 46 കിട്ടുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയാൾ നിങ്ങൾക്കറിയാം, അതിന്റെ കൂടെ റോമൻ ഗോൾഡ് കോയിൻസും റോമൻ സിൽവർ കോയിൻസും റോമൻ എംപയറിന്റെ കോയിൻസും കൂടി കിട്ടുന്നുണ്ട്. ഇതില് വളരെയധികം 34 PMC ഉള്ളൂ പഞ്ചമാർക്കറ്റ് കോയിൻസ് നമുക്ക് കിട്ടുന്നുള്ളൂ. അതില് 5 വളരെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള കോയിൻ ആയിരുന്നു. 3 ക്ലാസ് സിമ്പിൾസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെ പീരീഡ് ആണ്. അതിന്റെ വെറൈറ്റീസ് 5 കോയിൻ, 1 വെറൈറ്റീസ്. ആ വെറൈറ്റീസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ചിത്രം കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾക്ക് ഇത് അതിന്റെ സിമ്പിൾസ് ആണ്. ഫസ്റ്റ് മാർക്ക്, ഈ ഫസ്റ്റ് മാർക്കിന് പഞ്ചമാർക്കിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് അത് സൂര്യനാണ്. സൂര്യനാണോ എന്താണെന്ന് അറിയില്ല. 16 കാലുകളുള്ള ഒരു റൗണ്ടില് ഒരു സ്പോട്ട്, ആ സ്പോട്ടിന് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട്. നടുക്കൊരു സ്പോട്ടുള്ള, നമ്മൾ സൂര്യനും താമര എന്ന് പറയുന്ന പോലെ മുകളിലൊരു സ്പോട്ട് കൊടുത്തിട്ട് സൂര്യന്, അത് 16 ഉണ്ട്. അതിന് വെറൈറ്റീസ് ഇല്ല, അത് ഒരൊറ്റ ടൈപ്പേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഫസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത്. ഒരു മാർക്ക്, ഒരു വെറൈറ്റി ഇല്ല. സൂര്യന് വെറൈറ്റി ഇല്ല. എല്ലാ പഞ്ചമാർക്കഡ് കോയിൻസിലും സൂര്യനുണ്ട്. സൂര്യനില്ലാത്ത പഞ്ചമാർക്കഡ് കോയിൻസ് ഉണ്ടായിരിക്കില്ല. സെക്കൻഡ് മാർക്ക് നിങ്ങൾക്ക് കാണാം, അത് 18 വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തേർഡ് മാർക്ക്, ഈ മാർക്ക് എന്താണെന്ന് നമ്മൾ കാണണം. ഇത് കണ്ടോ, എല്ലാ കോയിൻസിലും 5 സിമ്പിൾസ് ഉള്ള കോയിൻസിലുള്ള മാർക്കുകളാണ്. എല്ലാ അതിലും എന്ത് കാണാം? സൂര്യൻ കാണാം. 2ാമത്തെ ചിഹ്നം കണ്ടോ, ഇതിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോന്നും തമ്മിൽ തന്നെ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വെറൈറ്റി പറയുന്നത്. 2ാമത്തെ കോയിൻ എന്ന് പറയുന്നത്, 2ാമത്തെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റിയാണ്, ഭയങ്കര വ്യത്യാസമാണ്, നമുക്ക് അത്ഭുതം തോന്നും. 3ാമത്തേൽ നമ്മൾ കണ്ടില്ലേ, ഏതെങ്കിലും ഒരു മൃഗം ഒന്നുകിൽ പാറപ്പുറത്തായിരിക്കും അല്ലെങ്കിൽ വെറുതെ ആയിരിക്കും. 3ാമത്തെ കണ്ടോ, ഫിഷാണ്. 4ാമത്തെ ആനയാണ്. ഇങ്ങനെ 5 സിമ്പിൾസ് ഉണ്ടായിരിക്കും. 5ഓ 7ഓ ഉണ്ടാവും, 5 മാക്സിമം ഉണ്ടാവുന്നത്. ഇങ്ങനെ കാണുന്നതാണ് നമ്മൾ ഇമ്പീരിയൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോയിൻ ആണ്. ഇതാണ് നമ്മളെ കേരളത്തിൽ നിന്ന് കിട്ടിയ കോയിൻസിന്റെ ചിഹ്നങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് പഠിക്കുമ്പോഴാണ് ഈസി ആവുള്ളൂ. കോയിന്മ നോക്കിയാൽ പെട്ടെന്ന് കാണില്ല. ഈ എന്തുകൊണ്ടാണ് ഇത് പോകുന്നത് പറഞ്ഞത്, പഞ്ച് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് കൂടുതലാകുമ്പോൾ അവർ കട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും തേമാനല്ല, വാസ്തവത്തിൽ അവർ വെയിറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ സൈഡിൽ കട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കിട്ടാതെ പോകുന്നത്. എന്തായാലും 7 അല്ലെങ്കിൽ 5 റിവേഴ്സിൽ. ഇനി ഇതിൽ തന്നെ വ്യത്യാസം വരാം. ഇപ്പൊ ലോക്കൽ രാജാവ് മാറിയിട്ട് അത് ഇമ്പീരിയൽ കിങ്ഡം ആയിട്ട് മാറിയാൽ അവരത് വീണ്ടും റിവേഴ്സ് ഭാഗത്ത് പഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഒരു ഭാഗത്ത് മാത്രമല്ല, റിവേഴ്സിലും പഞ്ചിങ് വരുന്നുണ്ട് പഞ്ചമാർക്കറ്റ് കോയിൻസിൽ. അത് ഇതുകൊണ്ടാണ് ആ രാജ്യം വേറെ ആൾ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഭരണാധികാരി മാറുമ്പോൾ അയാളുടെ വക ഒരു പഞ്ചിങ് ഉണ്ട്. ഈ പഞ്ചിങ്ങിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ്, ഇതിനൊക്കെ വാല്യൂ ആണ്, ഓരോന്നിനും വാല്യൂ ആണ്. ഇതൊക്കെ വാല്യൂ ആണ്. ശരിക്കും നമുക്കറിയില്ല, വാല്യൂ പ്ലസ് ആരാണ് കിങ് എന്നും മനസ്സിലാവും. ഇത് രണ്ടും കൂടി മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. ഈ ചിഹ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇത്രയും ചിഹ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത്രയും ഓരോ ചിഹ്നത്തിനും ഓരോ വാല്യൂ കൊടുത്തിരിക്കുകയാണ്. പ്ലസ് രാജാവ് ആരാണെന്ന് അറിയുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യകാലത്തെ പഞ്ചമാർക്കറ്റ് കോയിൻസ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്രയും എനിക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ പോകാനും എനിക്കറിയില്ല. പഞ്ചമാർക്കറ്റ് കോയിൻസിനെ കുറിച്ച് കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റിയ കുറച്ച് പുസ്തകങ്ങൾ വേണമെങ്കിൽ ഞാൻ റെഫറൻസിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇതാണ്. ഇത് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ഔട്ട്ലൈൻ എന്ന് പറയുന്ന DN ജായുടെ ഒരു വർക്കാണ്. ഏർലി കോയിൻസ് ഫ്രം കേരള. അത് BL ഗുപ്തനെ കുറിച്ച് പറയാതിരിക്കാൻ, PL ഗുപ്ത, പരമേശ്വര് ലാൽ ഗുപ്തയാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ പഞ്ചമാർക്കറ്റ് കോയിൻസിന്, ഏർലി കോയിൻസിനെ കുറിച്ച് പഠിച്ച ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വർക്കാണ് അത്. ബ്രൗണിന്റെ ബുക്കാണ് കോയിൻസ് ഓഫ് ഇന്ത്യ. ഇത് DD കോസംബിയുടെ ആൻ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇത് ന്യൂമിസ്മാറ്റിക് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് കുറെ വോളിയൂംസ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ പോകണമെങ്കിൽ അത് വായിക്കാം. അത് BL ഗുപ്തയുടെ തന്നെയാണ്. PL ഗുപ്തയുടെ, പരമേശ്വരി ലാൽ ഗുപ്തയുടെ. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ ഏർലി കോയിൻസിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി.
ഓക്കെ, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, അധികം സമയം ഞാൻ കളയുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ 5 മാർക്കഡ് കോയിൻസോ അല്ലെങ്കിൽ എലി കോയിൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ ഉണ്ട് നമ്മളെ തൃശ്ശൂര്. ആ, ഇയാലിന്ന് കിട്ടിയ തൃശ്ശൂരും മറ്റേ തിരുവനന്തപുരത്തുണ്ട്. ഇത് രണ്ടിടത്താണ് അത്. ഇയാല് സീരീസ് ഏതാന്ന് ചോദിക്കും. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഇയാൾ സീരീസ്, അതാ 4, 5, 6. 4, 5 എന്ന് പറഞ്ഞാൽ ഏറ്റവും യൂണിവേഴ്സലാണ്. അത് ഇമ്പീരിയൽ കിങ്ഡം ആണ്, മഗധ കിങ്ഡത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് ഒരിക്കലും 5 മാർക്ക് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് പി എൽ ഗുപ്തയൊക്കെ പറയുന്നത്. അതാണ് ഇത് കേരളത്തിലെ ഒരു പ്രൊഡക്ഷൻ അല്ല, ഇത് വന്നിട്ടുള്ളതാണ്. വളരെ നോക്കിയ എത്ര മുൻപാണ് AD ഫസ്റ്റ് സെഞ്ചുറിയിൽ ഈ സാധനം കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അതിനർത്ഥം കേരളമായിട്ട് അത്രയും ട്രേഡ് റിലേഷൻസ് അതർ സ്റ്റേറ്റ്സ് പുലർത്തിയിരുന്നു. ഇത്രയും ഈ വിന്ധ്യാചൽ ചതുപുര കാടും മലയൊക്കെ ഉള്ളവിടുന്നും വന്നിട്ടുണ്ട്. അപ്പൊ ട്രേഡ് വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. ഇയാളിൽ നിന്ന് കിട്ടുന്ന അതാണ് സൂചിപ്പിക്കുന്നത്. ട്രേഡ് വളരെയധികം കണക്റ്റഡ് ആണ്, വളരെ പഴക്കം തന്നെ. ഓക്കെ, താങ്ക് യു.